വർണ്ണിക്കുന്ന കൃഷ്ണഗാഥ എന്ന ഒറ്റ കാവ്യം കൊണ്ട് തന്നെ മലയാളി മനസ്സിൽ ഇടം നേടിയ പ്രാചീന കവിത്രയത്തിൽ അഗ്രഗണ്യനായ കവി ചെറുശ്ശേരി. 15ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. കോലത്തുനാട് ഭരിച്ചിരുന്ന ഉദയവർമ്മ മഹാരാജാവിന്റെ ആജ്ഞപ്രകാരം ഭാഗവതം ദശമസ്കന്ധത്തെ ആസ്പദമാക്കി രചിച്ച ഈ കാവ്യത്തിന് കൃഷ്ണപ്പാട്ട് എന്നും പേരുണ്ട്. ശ്രീകൃഷ്ണന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള ഭാഗമാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. കൃഷ്ണഗാഥയിലെ പ്രസിദ്ധമായ കുറച്ചു വരികളിലൂടെ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്, ഭക്തി പ്രസ്ഥാനത്തിന്റെ പ്രയോക്താവ് എന്നീ നിലയിൽ മലയാളികൾ ഏറെ ആരാധിക്കുന്ന പ്രാചീന കവിത്രയത്തിൽ ശ്രദ്ധേയനായ കവി എഴുത്തച്ഛൻ. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണമായ നാമം. മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിൽ വെട്ടത്തു നാട്ടിലെ തുഞ്ചൻ പറമ്പിലാണ് എഴുത്തച്ഛൻ ജനിച്ചത്. 16ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അദ്ദേഹം തന്റെ കൃതികളിലൂടെ കേരളീയ സമൂഹത്തിലെ സാധാരണക്കാർക്ക് ഗഹനമായ ജീവിത തത്വങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ധാർമ്മികതയുടെ പുതിയ പാഠങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ മഹാഭാരതത്തിലെ ഏതാനും ചില വരികളിലൂടെ നമസ്കാരം. മഹാകവി തുഞ്ചത്തെഴുത്തച്ഛന്റെ മഹാഭാരത കിളിപ്പാട്ടിൽ നിന്നെടുത്ത ചീത്തവാക്ക് എന്ന കവിതാഭാഗമാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. അമ്പു കൊണ്ടുള്ള വ്രണം കാലത്താൽ നിലം നീടും കൊമ്പുകൾ കണ്ടിച്ചാലും പാദപം കിളുത്തിയിടും കാട്ടുതിൽ വെന്താൽ മനം പിന്നെയും തഴുത്തിടും കാട്ടുതിൽ വന്താൽ മനം പിന്നെയും തഴുത്തിടും കേട്ടുകൂടാത്ത വാക്കാമായുധം പ്രയോഗിച്ചാൽ കണ്ണങ്ങൾക്കകം പൊക്കും പുണ്ണായാലതു പിന്നെ പൂർണ്ണമായി ക്ഷമിക്കയില്ലൊട്ടു നാൾ ചെന്നാൽ പോലും കണ്ണങ്ങൾക്കകം പൊക്കും പുണ്ണായാലതു പിന്നെ പൂർണ്ണമായി ക്ഷമിക്കില്ലയൊട്ടു നാൾ ചെന്നാൽ പോലും. അവ അഭിനയ രൂപത്തിൽ അവതരിപ്പിക്കുകയും ചെയ്ത പ്രാചീന കവിത്രയത്തിൽ ശ്രദ്ധേയനായ കവിശ്രേഷ്ഠൻ കുഞ്ചൻ നമ്പ്യാർ. കിളിക്കുറിശി മംഗലത്ത് കലക്കത്ത് ഭവനത്തിൽ ജനനം, തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്, ജനകീയ കവി എന്നീ നിലകളിൽ വിഖ്യാതനായ നമ്പ്യാർ 18ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു. പുരാണ കഥാഖ്യാനങ്ങളിലൂടെ ഗൗരവപൂർണമായും ഫലിതമയമായും പരിഹാസ രൂപത്തിലും തന്റെ കാലഘട്ടത്തിലെ സാമൂഹ്യ വിഭാഗങ്ങളെയും മനുഷ്യ ദൗർബല്യങ്ങളെയും ചിത്രീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ തുള്ളലിലെ ഏതാനും ചില വരികൾ. നമസ്കാരം. കുഞ്ചൻ നമ്പ്യാരുടെ അരയന്നം എന്ന പദ്യത്തിലെ ഏതാനും വരികളാണ് ഞാൻ ഇവിടെ ചിന്തിക്കാൻ പോകുന്നത്. നളിന സരസിൽ നരികെ നല്ലൊരു പൊടിനം കലി
കൊണ്ടാടിത്ത കനകമലത്തെ കൊണ്ടുപിടിച്ചു മുറുക്കിക്കൊണ്ടാൻ അരജൻ ചെന്നിക തൊട്ടതു നേരം അരയന്നം താൻ ചടുതി ഉണർന്നു അരുകരുതെന്നെ കൊല്ലരുതെന്നും തെരുവരെ അങ്ങ് പറഞ്ഞു തുടങ്ങി. നന്ദി. ആധുനിക മഹാകവിത്രയത്തെ ശ്രദ്ധേയനായ കവി കുമാരനാശാൻ 1873 ചിറയൻകീഴിൽ കാലിക്കരയിലെ തൊമ്മൻവിളാകം ഭവനത്തിൽ ജനിച്ചു. കുമാരു എന്നായിരുന്നു മാതാപിതാക്കൾ നൽകിയ പേര്. കുട്ടികളെ സംസ്കൃതം പഠിപ്പിച്ചതിനാൽ കുമാരനാശാൻ എന്ന് വിളിക്കുന്നു. പരമ്പരാഗത കാവ്യ ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായ കവനശാസ്ത്രം പ്രദർശിപ്പിച്ചുകൊണ്ട് മലയാള കവിതയിൽ നൂതനമായ ഒരു ഭാവുകത്വത്തിന് തുടക്കം കുറിച്ച പ്രതിഭയാണ് കുമാരനാശാൻ. ശ്രീനാരായണ ഗുരുവിന്റെ പ്രിയ ശിഷ്യനായിരുന്ന ആശാൻ SNDP യോഗം സെക്രട്ടറി എന്ന നിലയിൽ സാമൂഹിക പരിഷ്കരണത്തിന് നേതൃത്വം നൽകി. സ്നേഹഗായകൻ, ഭാവഗായകൻ, ആശയഗംഭീരൻ എന്നീ നിലകളിൽ പേരുകേട്ട ആശാൻ മഹാകാവ്യം എഴുതാതെ തന്നെ മഹാകവിയാണ്. വെയിൽസ് രാജകുമാരിൽ നിന്നും പട്ടും വളയും ലഭിച്ചിട്ടുണ്ട്. 1924 പന്നയനാറ്റിൽ ഉണ്ടായ റെഡീമർ ബോട്ട് അപകടത്തിൽ അദ്ദേഹം മരണമടഞ്ഞു. അദ്ദേഹത്തിന്റെ ഒരു ബാലകവിതയിൽ നിന്ന് നമസ്കാരം. മഹാകവി എം കുമാരനാശാൻ രചിച്ച ഈ വള്ളിയിൽ നിന്ന് ചെമ്മ എന്ന കവിതയാണ് ഞാനിവിടെ ചൊല്ലാൻ പോകുന്നത്. ഈ വള്ളിയിൽ നിന്നു ചെമ്മേ പൂക്കൾ കൊണ്ടി ചൊല്ലാം പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം മേൽക്കുമേലിങ്ങീവ പൊങ്ങി വിണ്ണിൽ നോക്കമ്മേ എന്തോരു ഭംഗി അയ്യോ പൊൻകൂടി കളിപ്പാനമ്മേ വയ്യ എനിക്കു പറപ്പാൻ ആകാത്തതിങ്ങനെ എണ്ണി ചുമ്മാ മഴക്കൊല്ല എന്നോ മരുന്നി പിച്ച നടന്നു കളിപ്പൂ നീ പിച്ചകമുണ്ടോ നടപ്പൂ അമ്മട്ടിലായതെന്തെന്നാൽ ഞാനൊരു മതരാമമ്മ ചൊന്നാൽ നാവിന്നറിയുവതൽപ്പം എല്ലാമോ മനെ ദൈവസങ്കൽപ്പം. ആധുനിക മഹാകവിത്രയത്തിൽ ശ്രദ്ധേയനും മഹാകവിയും മലയാള സാഹിത്യത്തിന്റെ വിശദമായ ചരിത്രം തയ്യാറാക്കിയ ഗവേഷകനുമാണ് ഉള്ളൂർ S. പരമേശ്വരയ്യർ. 1877 ചങ്ങനാശ്ശേരിയിൽ ജനിച്ചു. തിരുവിതാംകൂറിൽ ദിവാൻ പേഷ്കർ, ചീഫ് സെക്രട്ടറി, റവന്യൂ കമ്മീഷണർ എന്നീ ഉയർന്ന പദവികളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഉല്ലേഖ ഗായകൻ, ഉജ്ജ്വല ശബ്ദാഠ്യൻ എന്നീ നിലകളിൽ അദ്ദേഹം അറിയപ്പെടുന്നു. 1949 അദ്ദേഹം അന്തരിച്ചു. ആർഷഭാരത സംസ്കാരത്തോടുള്ള ഭക്തി അദ്ദേഹത്തിന്റെ കൃതികളിൽ നിറഞ്ഞു കാണാം. സംസ്കൃത ഭാഷയിൽ അഗാധ പാണ്ഡിത്യം നേടിയ മഹാകവി മലയാള തനിമ വിടാതെ എഴുതിയ കവിത കേൾക്കുമ്പോൾ നാം അതിശയിച്ചു പോകും. അദ്ദേഹത്തിന്റെ കവിതയിലെ ഏതാനും ചില വരികൾ. നമസ്കാരം. ആധുനിക കവിത്രയത്തിൽപ്പെട്ട ഉള്ളൂർ രചിച്ച രണ്ടപ്പം എന്ന കവിതയിലെ ഏതാനും ചില വരികളാണ് ഞാനിന്നിവിടെ ചൊല്ലാൻ പോകുന്നത്. കുട്ടികളിലെ ദാനശീലത്തിന്റെ പ്രാധാന്യം ഈ കവിതയിലൂടെ പറയും. അമ്മ രണ്ടപ്പം കൊടുത്തു കയ്യിൽ അമ്മണി കുട്ടന്നു തിന്മാൻ ചെങ്കതിരോർ മറയാറായി വാഞ്ഞ കുങ്കുമപ്പൊട്ടഴിയാറായി ഒന്നവൻ തിന്നു കളിക്കാൻ വേറിട്ടൊന്നുമായി ചെന്നു നിരത്തിൽ കേറിത്തുളച്ചുടൻ പാഞ്ഞു കാതിൽ കൂരമ്പ് പോലൊരു ശബ്ദം കണ്ണും കരളുമുള്ളോരേ അയ്യോ പുണ്യം പുലർന്ന മാളോരേ ഉന്നതമാന്മാരെ കാണി കനിഞ്ഞെന്നെ പിറവിക്കുരുടെങ്കിൽ പട്ടിണി കൊണ്ടു കുഴിഞ്ഞേപ്പിച്ച ചട്ടിയിൽ കാശൊന്നുമില്ലേ വല്ലതും ഇട്ടേച്ച് പോണേ തുള്ളി കല്ലരി കല്ലിനെ മോന്താൻ അയ്യം വിളിയതു കേട്ടു പൈതൽ നെയ്യപ്പം ചട്ടിയിട്ടു തപ്പിയെടുത്തതു തിന്നു പാവമപ്പൊഴി കുഞ്ഞിനെ വാഴ്ത്തി തമ്പുരാനെ തരും ദൈവം
അന്തിരിദീനെന്ന് ചൊല്ലി എൻ മകനെ നീ ജയിച്ചു നിന്റെ ജന്മം കൃതാർത്ഥമായി തീർന്നു എൻ മകനെ നീ ജയിച്ചു നിന്റെ ജന്മം കൃതാർത്ഥമായി തീർന്നു. ആധുനിക മഹാകവിത്രയത്തിലെ പ്രായം കുറഞ്ഞ കവിയാണ് വള്ളത്തോൾ നാരായണ മേനോൻ. 1878 അദ്ദേഹം ജനിച്ചത്. ഭാരതീയ പാരമ്പര്യത്തിൽ അഭിമാനം കൊണ്ട വള്ളത്തോൾ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലേക്ക് ആകർഷകനായി. മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ ആരാധ്യ പുരുഷനായിരുന്നു. കേവലം വരികളിൽ മാത്രമായിരുന്നില്ല, പ്രവൃത്തിയിലും ദേശീയ പ്രസ്ഥാനങ്ങളോട് ചേർന്ന് നിന്നു. വള്ളത്തോൾ ഐക്യോച്ചാരണത്തിനും സമത്വത്തിനും സാഹോദര്യത്തിനും നിലകൊണ്ടു. മണ്ണ്, മാതൃഭാഷ, മാതൃഭൂമി ഇവ മൂന്നിനെയും ആസ്പദമാക്കി വള്ളത്തോൾ രചിച്ച കവിതകൾ മലയാളിയെ ദേശീയ ബോധത്തിലേക്ക് ഉയർത്തി. ശബ്ദസുന്ദരൻ എന്ന അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നു. 1930 കുന്നംകുളത്ത് മഹാകവി വള്ളത്തോൾ സ്ഥാപിച്ച കഥകൾ വിദ്യാലയമാണ് ചെറുതുരുത്തിയിലെ കേരള കലാമണ്ഡലമായി വികസിച്ചത്. 1958 അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തിന്റെ സാഹിത്യ മഞ്ജരിയിലെ ചില വരികൾ ഒരേ സമയം അമ്മയെയും മാതൃഭാഷയെയും മാത്രമല്ല മഹനീയമായി വരച്ചു കാട്ടുന്നത്. ഒപ്പം മാതൃഭൂമിയെ കൂടിയാണ്. വരികൾ നമുക്ക് കേൾക്കാം. വള്ളത്തോൾ നാരായണ മേനോന്റെ എന്റെ ഭാഷ എന്ന കവിതയാണ് ഞാൻ ഇവിടെ ഉദ്ധരിക്കാൻ പോകുന്നത്. മിണ്ടി തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേലം മിഞ്ഞ പാലോടൊപ്പം അമ്മയെന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി. മറ്റുള്ള ഭാഷകൾ കേവലം രാത്രിമാർ മധ്യനൂപറ്റമ്മ തൻ ഭാഷതാൻ മാതാവിൻ വാത്സല്യദുഃഖം നുകർന്നാലെ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ. അമ്മ താൻ തന്നെ പകർന്നു തരുമ്പോഴേ നമ്മൾക്കങ്ങോട്ടും അമൃതായി തോന്നുന്നു. ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യം ഏതൊരാൾക്കും കൃത്യം പതിയണമെങ്കിൽ സ്വഭാഷകൻ വക്രത്തിൽ നിന്നുതാൻ കേൾക്കവേണം. വക്രത്തിൽ നിന്നുതാൻ കേൾക്കാം. കവിതാ മാധുരി തിങ്ങി നിറഞ്ഞൊരു